കയറിയിരിക്കുകയാണ് പാലക്കാട് നിന്ന്. അപ്പം 3:35 3:40 ഇടയ്ക്ക് ട്രെയിൻ ഓപ്പൺ ആവും. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആകണമെങ്കിൽ അത്ര സമയം എടുക്കും. 3:35 3:40 ഉള്ളിലാണ് ഓപ്പൺ ആകുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്താൽ 4:10 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പളനിയിലേക്ക്. അപ്പോൾ 4:10 സ്റ്റാർട്ട് ചെയ്താൽ 6:10 പളനിയിലെത്തും. നമ്മൾ 6:10 നമ്മൾ പളനിയിലെത്തിയാൽ 1 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തെത്താൻ. അപ്പം ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ദണ്ഡായുധപാണി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെയാണ് താമസിക്കുക. അപ്പം നമ്മൾ മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ അധികവും അവർ ആ റൂം നമുക്ക് തരാറില്ല. കാരണം അത് കുറവാണ്. അത്ര പെട്ടെന്ന് അങ്ങനെ അവിടെ നമുക്ക് ദേവസ്വത്തിൽ റൂം കിട്ടില്ല. അപ്പോൾ ആ റൂം കിട്ടേണ്ട ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ പളനിയിൽ നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും കിട്ടുന്ന എല്ലാ ഇടങ്ങളും ഞങ്ങളെ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഞങ്ങൾ പളനിയിൽ എത്തിയിട്ട് ആ വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നമുക്ക് പളനി പോയി തിരിച്ചു വരുന്ന ഒരു ഫീൽ നമ്മളെ ഈ വീഡിയോയിൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. അതിനെക്കൊണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ കൊണ്ട് ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്നും പളനിയിലേക്കുള്ള ട്രെയിൻ സ്റ്റാർട്ടായി. കറക്റ്റ് 4:10 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പാലക്കാട്ടിൽ നിന്ന് പളനിയിലേക്കുള്ള യാത്ര തുടങ്ങി. അതിനിടയ്ക്കുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. മയിലുകളെ കാണാം, പലതും കാണാം നമ്മളെ ഈ യാത്രയിൽ. അപ്പം അത് ഞങ്ങളെ വീഡിയോയിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമുക്ക് പളനിയിലെത്തിയിട്ടും കാണാം. ഓക്കെ, ഇവിടെ കണ്ടാലും നമുക്ക് വീക്ക്നെസ് ആകും. നമ്മൾ പാലക്കാട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കോഴിക്കോട്ടേക്കുള്ള ട്രാക്കാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന ട്രാക്കാണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് തിരിയും, പളനിയിലേക്ക് തിരിയും. അപ്പം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതിലേ പോയി നല്ല എടുക്കുന്ന നല്ല നമ്മൾ ഏകദേശം പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വണ്ടി മെല്ലനെ സ്ലോ ആക്കിയിട്ടുണ്ട്. പൊള്ളാച്ചി എത്താനായിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊള്ളാച്ചി സ്റ്റേഷൻ കാണുന്നില്ല. ഇങ്ങനെ സ്ഥലങ്ങളാണ് കാണുന്നത്. പൊള്ളാച്ചി എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റോപ്പായതാണ്. വണ്ടി ഫുള്ളായിട്ടൊന്നുമില്ല.
ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഒരു 6 മണി 6:10 നമ്മൾ പളനിയിലെത്തും. പളനിയിലെത്തിയാൽ പളനിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളു അമ്പലത്തിലെടുത്തേക്ക്. ഞങ്ങൾ താമസിക്കുന്നത് പളനി ദേവസ്വത്തിൻ്റെ ദണ്ഡായുധപാണി എന്ന ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരു പയ്യുണ്ട്, ഈശ്വർ. അവൻ നമുക്ക് റൂമൊക്കെ എടുത്ത് വെക്കും. അങ്ങനെയുള്ള ചില സഹായങ്ങളൊക്കെ അവരുടെ അടുത്ത് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തന്നെ റൂമൊക്കെ റെഡിയാക്കി വെക്കൽ. അഭിപ്രാവശ്യം ഞങ്ങൾക്ക് റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്പർ 10 ദണ്ഡായുധപാണിയിൽ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ദണ്ഡായുധപാണിയിലേക്ക് പോകുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ വരികയാണെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരികയാണെങ്കിലും അവിടെ റൂം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ചുരുങ്ങിയ പൈസയുള്ളൂ. പുറത്ത് 2000-2500 AC റൂമിലുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ 1000 രൂപയാണ്. കുറച്ച് മുമ്പ് വരെ പോയപ്പോൾ 600 രൂപയ്ക്കൊക്കെ നമുക്ക് AC റൂം കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് 1000 രൂപ എന്ന് പറയുന്നത് 4 ബെഡിനാണ്. 4 ബെഡിന് 1000 രൂപയാണ്. മറ്റേ ഡബിൾ ബെഡിന് 600-500 രൂപയ്ക്കുള്ളൂ. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് എത്ര റേറ്റ് എന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായിട്ട് അടുത്തത് പുതുമലപ്പേട്ട എന്നൊരു സ്റ്റേഷനുണ്ട്, അവിടെയും കൂടെ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പളനി. ഓക്കെ, കേരളത്തിലായിട്ടാണ് കൂടുതൽ തെങ്ങുകൾ. ഒക്കെ ഇപ്പോൾ ശരിക്കും തമിഴ്നാട്ടിൽ തന്നെയാണ് കൂടുതലെന്ന് പറയുന്നത്.
ആയിട്ട് പളനിക്കടുത്തെത്തും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ നമ്മൾ വേറെ ചെറിയ വണ്ടിയിൽ നമ്മൾ പോകണം. അപ്പം എത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടാവും. അത് പളനിയാണ്. പളനി ഉണ്ടല്ലോ, ഈ പുതിയായിട്ട് നമുക്ക് പളനി കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം പളനി എത്താനായി 5 മിനിറ്റ് കൂടെ ട്രെയിനിൻ്റെ അകത്തുണ്ടാവും യാത്ര. അത് കഴിഞ്ഞാൽ നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. അവിടെ നിന്നും നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന റൂമും നമുക്ക് ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ താമസിക്കാമെന്നുള്ള സൗകര്യമൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമ്മളങ്ങനെ പളനിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കണ്ട് ട്രെയിൻ ഇറങ്ങിയതാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്റർ ദൂരം നമ്മളിങ്ങനെ സഞ്ചരിക്കണം. അത് നമുക്ക് കുതിരവണ്ടി പോവാം, ഓട്ടോറിക്ഷയ്ക്ക് പോവാം, എന്ത് വണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ താമസിക്കുന്ന ദണ്ഡായുധപാണി എന്ന് പറയുന്ന ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. പൊരി അതായത് നമുക്കത് കാണാമല്ലോ അല്ലേ. പൊരി അതിലെയാണ് ശരിക്കുള്ള വഴി. അതിലിങ്ങനെ ഇറങ്ങിയാൽ അതിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുതിരവണ്ടി മോട്ടോർസൈക്കിൾ അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ ഒരു എളുപ്പ വഴിക്കുണ്ടാകും. നമ്മൾ സ്ഥിരമായിട്ട് ഇതിലാണ് ഇറങ്ങാറ്. അപ്പോൾ ഇതിലും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുതിരവണ്ടി, ഓട്ടോറിക്ഷ എല്ലാ വണ്ടി ഉണ്ടാവും. പൈസയൊക്കെ ഒരുപാട് ചോദിക്കും. അപ്പം നമ്മളത് നോക്കി നമ്മളൊരു പൈസയൊക്കെ പറഞ്ഞുകൊണ്ട് കുറയ്ക്കണം. കുറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ നല്ല പൈസ പോകും. അപ്പോൾ ഞാൻ അവരോട് പേശി പറയുന്നത് നിങ്ങൾക്ക് കാണാം. സൈഡ് കാണാം മോളെ. ഇവിടെ ഒരു കോവലർക്ക് വണ്ടി എவ்வளோ எத்தனை பேர்? 5 பேர். 5 பேர் போகலாம் சார். எவ்வளோ? 150 ரூபா சார். எப்படிங்க எப்படின்னா ஜாஸ்தி சொல்கிறேன். இதே ஜாஸ்தி இருக்கு. 5 பேர் இருக்கிறீங்க, 150 ரூபா. ஃப்ரீயாக இறக்கி விடுறேன் நான் உங்களை. 150 ரூபா ஆட்டா கம்மியாக வந்துட்டாங்கன்னா இதில் போங்க, இதில் போங்க. வண்டி இல்லை, ஆட்டோக்கு 60 ரூபா 50 ரூபாயம்மா. அதெல்லாம் அங்கே தான் അവർ പറഞ്ഞോ. ആട്ടോ വണ്ടിക്ക് 150 രൂപയാണ് നമ്മളോട് അവർ പറഞ്ഞത്. നമ്മൾ ഓട്ടോന് എത്രയാണെന്നുള്ളത് നമ്മൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഇവിടുന്ന് ദണ്ഡപാണിയിലേക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 രൂപ. സതീശാട്ടം പറഞ്ഞിട്ടുണ്ട്. ദണ്ഡപാണിയിലെ ഈശ്വരനറിയാം. ഈശ്വർ നമ്മളെ സ്ഥലത്ത് 100 രൂപയ്ക്ക് നമുക്ക് പോകുന്നുണ്ട്. ഒരേ മാറി ദണ്ഡായുധപാണിയിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. സതീശൻ അണ്ണൻ നമ്മളെ ദണ്ഡായുധപാണിയിലേക്ക് എത്തിച്ചേരും. 1 കിലോമീറ്റർ നമ്മളിങ്ങനെ സഞ്ചരിക്കണം. നമുക്ക് കുതിരവണ്ടി ഉപയോഗിക്കാം. കൂടുതൽ പേരുണ്ടെങ്കിൽ വലിയ വണ്ടി ഉപയോഗിക്കാം. അപ്പം 150 പറഞ്ഞിടത്തിൽ നിന്ന് 100 രൂപയ്ക്കാണ് ഇവർ പോണത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ
ജംഗ്ഷൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ നല്ല പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. തിരക്കുണ്ടോ പളനിയിൽ ചോദിച്ചപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത്, കൂട്ടം കമ്മിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ എത്തിയാൽ കാണാം തിരക്കുണ്ടോ തിരക്കില്ല എന്നുള്ളത്. അതായത് ഞങ്ങളുടെ കൂടെ നിങ്ങളും ഒരു പളനി യാത്ര നടത്തണം. ജംഗ്ഷനിൽ നേരെ പോയാൽ റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ്. ഇത് ഡിണ്ടിക്കൽ റോഡാണ്. ഡിണ്ടിക്കൽ റോഡാണ്. പളനി വന്ന കാണുന്നതാണോ? അമ്പലത്തിനടുത്ത് എത്തിക്കൊണ്ടിരിക്കാം. ചായ കുടിക്കുന്ന ഹോട്ടലാണ് കണ്ടത്. അവിടെ ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട്. നല്ല ഫുഡ് കിട്ടും നമുക്ക്. ഞങ്ങൾ ഗിരിവലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. കേരള വണ്ടിയുണ്ട് KL7. ഇതാണ് നമ്മളെ ഈശ്വർ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന നമ്മളെ തമ്പിയാണത്. നമ്മളെ തമ്പി എന്ന് പറഞ്ഞാൽ ഫാമിലി മൊത്തം നമ്മളെ റിലേറ്റഡാണ്. വൈഫ് കുളന്ത എല്ലാമേ നമ്മളെ സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോവും, നമ്മൾക്ക് ചായ തരലുണ്ട്. പിന്നെ നമ്മളെ കൂടെ ഇവിടെ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഞങ്ങളെ കൂടെ ഫാമിലി ആയിട്ട് വരും. ഞങ്ങൾ മധുരയ്ക്ക് പോകുമ്പോൾ ഇന്ത ആളെ കൂടെ ഇന്ത വൈഫ് കുളന്ത എല്ലാമേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത ആളാണ് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ഹെൽപ്പും ഉണ്ട്. ഇപ്പോൾ റൂം എല്ലാമേ. ഈശ്വരൻ എന്നാണ് പേര്. നമ്മളെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, നമ്മളെ തമ്പിയാണ്. ഓക്കെ. അപ്പം ഞങ്ങളെ ഈ ചാനലിൽ ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദണ്ഡായുധപാണി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ
ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇതാണ് ദണ്ഡായുധ പണി. ഇവിടെയാണ് നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ റൂം കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പം ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് വീഡിയോ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇതിൽ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.